ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ നല്ല ചൂടോടുകൂടി നല്ല മൊരിഞ്ഞിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഒരു 2 മുട്ട വെച്ചിട്ട് തന്നെ ഈ ഒരു സ്നാക്ക് ഒരു 12-13 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഫുള്ളായിട്ട് കടലമാവ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാവും. അല്ലെങ്കിൽ മൈദപ്പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം കുറേശ്ശെയായി ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഉണ്ടാക്കുന്ന ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ല കട്ടിയായിട്ട് പോവുകയും ചെയ്യരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മിക്സ് ഒരു സ്പൂണ് വീതം പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ഭാഗം കുക്കായി വന്നാൽ മറിച്ചിട്ടിട്ട് 2 ഭാഗവും വേവിച്ചെടുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു കട്ടിക്ക് പരത്തിയെടുത്താലും മതിയാവും. ഇനി ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ എടുക്കുന്ന പാന് വലിയ പാനൊക്കെ ആണെങ്കിൽ ഒരു ട്രിപ്പിന് തന്നെ 4-5 ഒക്കെ ആയിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇവയെല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 മുട്ട വെച്ചിട്ട് തന്നെ ഒരു 12-13 മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇവയിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ ഒന്ന് മുക്കിയിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം ഒരു ഭാഗം ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാളും ചൂടോടുകൂടി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.